ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കി നേതൃത്വം. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണവും ഉണ്ടാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരും. നടപടി ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതികരണത്തിൽ ഉമ്മ തോമസ് MLA-ക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം. അടുത്ത തവണ വീട്ടിലിരുത്തുമെന്ന് ഫേസ്ബുക്കിൽ കമന്റുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന ഭീഷണിയും കമന്റുകളിൽ. സൈബർ ആക്രമണം ഉമ്മ തോമസ് മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടതോടെ. DGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടുകൾ മടക്കി സർക്കാർ. തിരിച്ചയച്ചത് മുൻ DGP നൽകിയ 2 അന്വേഷണ റിപ്പോർട്ടുകൾ വീണ്ടും പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്താൻ DGP റവാഡ ചന്ദ്രശേഖറിന് നിർദ്ദേശം. മടക്കിയത് തൃശൂർ പൂരം റിപ്പോർട്ട്, P. വിജയൻ നൽകിയ പരാതിന്മേലുള്ള ശുപാർശ എന്നിവ. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയതിനെതിരെ നിയമ നടപടിയുമായി ADGP MR അജിത് കുമാർ. ഇന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. അപ്പീൽ വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട്. ഉത്തരവ് വസ്തുതകൾ ശരിയായി പരിഗണിക്കാതെയെന്ന് അജിത് കുമാറിന്റെ വാദം. തിരുവാലിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് തിരുവാലി സ്വദേശി ജിതിൻ രാജിനും എടവണ്ണ സ്വദേശിയായ യുവാവിനും. തലയ്ക്ക് പരിക്കേറ്റ ജിതിന്റെ നില ഗുരുതരം. അപകടം തിരുവാലി ബസ് സ്റ്റോപ്പിന് സമീപം ഇന്നലെ രാത്രി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. കേസ് ഇന്നത്തേക്ക് മാറ്റിയത് രേഖകൾ ഹാജരാക്കാൻ സമയം വേണമെന്ന പരാതിക്കാരുടെ ആവശ്യത്തെ തുടർന്ന്. വേടൻ ഒളിവിലാണെന്ന് പോലീസ്. ഓണത്തിരക്കെത്തിയെന്നറിയിച്ച് നാളെ അത്തം. സംസ്ഥാനത്ത് ഓണച്ചന്തകൾക്ക് ഇന്ന് തുടക്കമാകും. ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും. സൗജന്യ ഓണക്കിറ്റ് വിതരണം നാളെ മുതൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കൊച്ചിയുടെ ജയം സഞ്ജു സാംസന്റെ സെഞ്ചുറി കരുത്തിൽ. 51 പന്തുകളിൽ അടിച്ചെടുത്തത് 121 റൺസ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ഇത് 3ാം ജയം.